സ്വർണ്ണപ്പാളി വിവാദം, അതായത് ശബരിമല സ്വർണ്ണപ്പാളി കടത്തുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ റിപ്പോർട്ടും തയ്യാറാവുകയാണ്. ഇതിലും ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ടവർ തന്നെയാണ് പ്രതിസ്ഥാനത്തുള്ളത്. പ്രത്യേകിച്ചും കഴിഞ്ഞ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന PS പ്രശാന്ത്, മെമ്പർ അജികുമാർ, സന്തോഷ് കുമാർ ഇപ്പോഴും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ മെമ്പറായി ഉണ്ട്. ഇത് കൂടാതെ തന്ത്രി കണ്ഠരര് രാജീവര്, അന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ശബരിമലയുടെ ചുമതലയുണ്ടായിരുന്ന എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന മുരാരി ബാബു, അദ്ദേഹം മരിച്ചു പോയതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ പട്ടികയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. അങ്ങനെ 8 പേരാണ് ഇപ്പോൾ രണ്ടാമത്തെ പട്ടികയിൽ ഉള്ളത്. അതിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ സെക്രട്ടറിയുമുണ്ട്. 2025 സെപ്റ്റംബർ മാസത്തിലാണ് ദ്വാരപാലക ശില്പങ്ങളുടെ മുകളിലുള്ള സ്വർണ്ണപ്പാളി വീണ്ടും മിനുക്കുന്നതിന് വേണ്ടി ചെന്നൈയിലേക്ക് കൊണ്ടുപോയത്. അന്നും ശബരിമലയുമായി ബന്ധപ്പെട്ട എല്ലാ തരത്തിലുള്ള നിയന്ത്രണങ്ങളും തെറ്റിച്ചുകൊണ്ടായിരുന്നു സ്വർണ്ണപ്പാളി പുറത്തേക്ക് കൊണ്ടുപോയതെന്നാണ് ഇപ്പോഴത്തെ റിപ്പോർട്ടിൽ കണ്ടെത്തൽ. അതിൽ പ്രധാനമായും പറയുന്നത്, സാധാരണഗതിയിൽ 2019 നടന്നതുപോലെ തന്നെയുള്ള എല്ലാ കളവുകളും ഈ 2025 ആവർത്തിച്ചിരിക്കുന്നു എന്നാണ്. എന്നാൽ ഒരു പടി കൂടി മുമ്പോട്ട് പോയിരിക്കുന്നു. ഒരു കാര്യം കൂടി പറയുന്നു. 2019 നടന്ന സ്വർണ്ണപ്പാളി വിവാദം മറയ്ക്കുന്നതിന് വേണ്ടിയാണ് 2025 ഈ സ്വർണ്ണപ്പാളികൾ വീണ്ടും പുറത്തേക്ക് കൊണ്ടുപോയതെന്ന് പറയുന്നു. മാത്രവുമല്ല, ഒരു കാര്യം കൂടിയുണ്ട്. 2019 സ്വർണം പൂശി വൃത്തിയാക്കി കൊണ്ടുവന്ന ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണ്ണപ്പാളികൾ പിന്നീട് എന്തിനാണ് നിറം മങ്ങിയത് 2025 വീണ്ടും സ്വർണം പൂശാൻ കൊടുത്തുവിട്ടത്? ഈ 6 വർഷത്തിനിടയ്ക്ക് സ്വർണ്ണപ്പാളികളുടെ നിറത്തിൽ വ്യത്യാസമുണ്ടായിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് അത് കോടതിയെ അറിയിച്ചില്ല? എന്തുകൊണ്ട് ബന്ധപ്പെട്ടവരുമായി ഇത് പരാതിയായി പറഞ്ഞില്ല? ഇതൊക്കെ വീഴ്ചയായിട്ടാണ് കാണുന്നത്. അങ്ങനെ 2019 തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അധികാരികൾ നടത്തിയ ക്രമക്കേടിനേക്കാൾ വലിയ ക്രമക്കേടുകൾ 2025 അധികാരികൾ നടത്തിയെന്നാണ് പുതിയ റിപ്പോർട്ടിൽ പറയുന്നത്. ഇതോടെ ഈ 2 കുറ്റകൃത്യങ്ങളിലും പ്രതിസ്ഥാനത്ത് തന്ത്രി കണ്ഠരര് രാജീവരെത്തുന്നു, ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തുന്നു, സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ പങ്കജ് എത്തുന്നു. ഇതിനെല്ലാം ഉപരിയായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന മുരാരി ബാബു എത്തുന്നു. മുരാരി ബാബുവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ ഒഴിവാക്കി, കാരണം അദ്ദേഹം മരണപ്പെട്ടു എന്നതിനാൽ. ഇനിയുള്ള ദിവസങ്ങൾ അന്വേഷണത്തിൻ്റേതാണ്. ഒരു പക്ഷേ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കാൻ സാധ്യതയുണ്ട്. 2019 നടന്ന തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള വീഴ്ചകളും രണ്ടാമത്തെ ബോർഡിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നുവെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതായത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലൊന്നായ ശബരിമലയിൽ നിന്നും എന്ത് സാധനങ്ങൾ, പ്രത്യേകിച്ചും സ്വർണം കൊണ്ട് പൂശിയതോ സ്വർണ്ണ നിർമ്മിതമായതോ അതും ദൈവത്തിൻ്റെ അടുത്ത് സ്ഥിതി ചെയ്യുന്നതുമായ ഏതെങ്കിലും വസ്തുക്കളോ ഇവയൊക്കെ എടുത്ത് ശബരിമലയ്ക്ക് പുറത്തേക്ക് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ കോടതി അറിയണം, ഒപ്പം ശബരിമല തന്ത്രി അറിയണം. അതിനെല്ലാം ഉപരിയായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ അനുമതിയും ഉണ്ടാകണം. എന്നാൽ കേവലം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മാത്രം തയ്യാറാക്കിയ ഒരു അനുമതിയുടെ അടിസ്ഥാനത്തിലാണ് 2019 ശബരിമല സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വീണ്ടും 2025 ഈ സ്വർണ്ണപ്പാളികൾ സ്വർണം പൂശുന്നതിന് വേണ്ടി നൽകിയത്. ഇതാണ് ഏറ്റവും വലിയ വീഴ്ചയായി ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. മാത്രവുമല്ല, കഴിഞ്ഞ 2009 നടത്തിയ തരത്തിലുള്ള എല്ലാ പരിശോധനകളും ഇനി 2025 ആവർത്തിക്കുമോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ പുതിയ സംശയം. സ്വർണ്ണപ്പാളികൾ ഒന്നാണ്, സ്വർണം പൂശിയതും ഒരേ സ്ഥലത്താണ്, സ്വർണ്ണപ്പാളികൾ പുറത്തേക്ക് കൊണ്ടുപോയതും ഒരേ ഒരാളാണ്, ഉണ്ണികൃഷ്ണൻ പോറ്റി. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് 2 ദേവസ്വം ബോർഡുകളിലും എങ്ങനെ ഇത്ര കണ്ട് വലിയ സ്വാധീനമുണ്ടായി എന്നുള്ളതാണ് ഒരു ചോദ്യചിഹ്നം. 2ഉം ഇടത് ദേവസ്വം ബോർഡിൻ്റെ സമയത്താണ് നടന്നിരിക്കുന്നത്. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇത്രയധികം സ്വാധീനം ചെലുത്തി ശബരിമലയിലെ ഒരു പ്രധാനപ്പെട്ട വസ്തു പുറത്തേക്ക് കൊണ്ടുപോയതിനെ സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം വേണം എന്ന ആവശ്യവും പുതിയ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എന്നാണ് പുറത്തു വരുന്ന
വാർത്തകൾ. എന്തായാലും ഒരു കാര്യം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. 2025 സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് അന്നുണ്ടായിരുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ വീണ്ടും ജയിലിലേക്ക് പോകും എന്നുള്ളതിനെക്കുറിച്ച് ആണ് ഇപ്പോൾ എല്ലാവരും ചർച്ച ചെയ്യുന്നത്. കാരണം 2019 അതേ തരത്തിലുള്ള എല്ലാ ക്രമക്കേടുകളും 2025 നടന്നിരിക്കുന്നു. അത് ആവർത്തിച്ചിരിക്കുന്നു. പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ആളിനെ ഇത്രയധികം വിശ്വാസത്തിലെടുക്കാനിടയായ സാഹചര്യമാണ് എല്ലാവരും ചിന്തിക്കുന്നത്. 2025 ഒക്ടോബർ മാസത്തിലാണ് ഈ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട വിവാദം പുറം ലോകം അറിയുന്നത്. ശബരിമലയുടെ ചുമതലയുള്ള ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്ന ശബരിമല സ്പെഷ്യൽ കമ്മീഷനാണ് ഹൈക്കോടതിയെ വിവരമറിയിക്കുന്നത്. ദ്വാരപാലക ശില്പങ്ങളുടെ മുകളിൽ ചാർത്തിയിട്ടുള്ള സ്വർണ്ണപ്പാളികൾ കാണാനില്ല എന്നുള്ള വിവരവും അത് പുറത്തേക്ക് കൊണ്ടുപോയി എന്നുള്ള വിവരവും തുടർന്ന് ഹൈക്കോടതി ഇടപെട്ട് നടത്തിയ അന്വേഷണത്തിലാണ് 1 അല്ല 2 പ്രാവശ്യം ഇത്തരത്തിൽ ഹൈക്കോടതിയുടെ അനുമതിയില്ലാതെയും ഒപ്പം തന്ത്രിയുടെ അനുമതിയില്ലാതെയും കേവലം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ മാത്രം ഒരു കത്തിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അവർ തയ്യാറാക്കിയ ഒരു അജണ്ടയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഈ സ്വർണ്ണപ്പാളികൾ പുറത്തു കൊണ്ടുപോയതെന്ന് വ്യക്തമാക്കുന്നു. എന്തായാലും ക്രമക്കേട് വലുത് തന്നെയാണ്. കാരണം ശബരിമലയുമായി ബന്ധപ്പെട്ട ഒരു സാധനം, പ്രത്യേകിച്ചും ദൈവികമായി ഉള്ള ഒരു സാധനം പുറത്തു കൊണ്ടുപോകണമെങ്കിൽ തന്ത്രി അറിയണമെന്ന് ശക്തമായ നിർദ്ദേശമുണ്ട്. അതുപോലും പാലിച്ചിരിക്കുന്നില്ല. ഇവിടെ പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ നടത്തുന്ന അന്വേഷണം എല്ലാവരിലും ഒരുപോലെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എങ്ങനെ ഇത്ര കണ്ട് സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞിരിക്കുന്നു. മാത്രവുമല്ല 2019 സ്വർണ്ണപ്പാളികളിൽ അതിൻ്റെ നിറം മങ്ങിയപ്പോൾ വീണ്ടും സ്വർണം പൂശി. 6 വർഷത്തിന് ശേഷം വീണ്ടും സ്വർണം പൂശിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് 6 വർഷത്തിനിടയ്ക്ക് സ്വർണത്തിൻ്റെ നിറം മങ്ങിയതിനെക്കുറിച്ച് അന്വേഷിക്കാൻ അല്ലെങ്കിൽ ഈ പ്രശ്നം എങ്ങനെ സംഭവിച്ചു എന്നതിനെക്കുറിച്ച് തിരക്കുവാൻ എന്തുകൊണ്ട് 2025 ദേവസ്വം ബോർഡ് അധികൃതർ തയ്യാറായില്ല എന്നൊരു ചോദ്യം ഉയരുകയാണ്. വരും ദിവസങ്ങളിൽ ഇവരെല്ലാം വീണ്ടും ചോദ്യം ചെയ്യപ്പെടും. അതായത് ഈ മാസം 29 തന്നെ ഇതിൻ്റെ ഒരു വ്യക്തമായ ചിത്രം ലഭിക്കും. അന്ന് റിപ്പോർട്ട് പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിക്ക് സമർപ്പിക്കും. പിന്നീട് ചോദ്യം ചെയ്യലിലേക്ക് കടക്കും. ആ ചോദ്യം ചെയ്യലിലൂടെ ആകുമ്പോഴേക്കും ഒരു പക്ഷേ വലിയ തരത്തിലുള്ള ചില വിവാദങ്ങൾ കൂടി പുറത്തു വരുവാൻ ഇടയുണ്ട്. എന്തായാലും ശബരിമലയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും അതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളുമൊന്നും അവസാനിക്കാത്ത തരത്തിൽ മുന്നോട്ട് പോവുകയാണ്.